ശിവപുരാണം വിഭാഗം 1 വിദ്യേശ്വര സംഹിത അധ്യായം 9 മഹേശ്വരൻ മഹാനാഥൻ ആയി ശിവന്റെ വിളംബരം. നന്ദികേശ്വരൻ പറഞ്ഞു. ഇതിനിടയിൽ ബ്രഹ്മവും വിഷ്ണുവും ഭഗവാന്റെ ഇരുവശത്തും ഭക്തിപൂർവ്വം കൈപ്പത്തികൾ ചേർത്തുപിടിച്ച് നിശബ്ദരായി നിൽക്കുകയായിരുന്നു. അനന്തരം അവർ തമ്പുരാനെ അവന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടുമൊപ്പം ഗംഭീരമായ ഒരു ഇരിപ്പിടത്തിൽ പ്രതിഷ്ഠിക്കുകയും വിശുദ്ധമായ എല്ലാ വസ്തുക്കളോടും കൂടി അവനെ ആരാധിക്കുകയും ചെയ്തു. മാലകൾ, കണങ്കാലുകൾ, വളകൾ, കമ്മലുകൾ, ബലിനൂലുകൾ, മാലകൾ, പട്ടുതുണി ചോക്കറുകൾ, മോതിരങ്ങൾ, പൂക്കൾ, വെറ്റില, കർപ്പൂരം, ചന്ദന പേസ്റ്റ്, അകുരു അവിഭാജ്യ പദാർത്ഥങ്ങൾ, ധൂപവർഗ്ഗങ്ങൾ, ചന്ദനത്തിരികൾ, മറ്റുള്ളവ. മഹത്വം പ്രകടിപ്പിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത ദൈവിക വഴിപാടുകൾ. വ്യക്തിഗത ആത്മാവിന് അപ്രാപ്യവുമായ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇരുവരും ഭഗവാനെ ആരാധിച്ചു. ശ്രേഷ്ഠമായ വസ്തുക്കളെല്ലാം ഭഗവാന് യോഗ്യമാണ്. ഹേ ബ്രാഹ്മണ, ഒരു മുൻഗണന സ്ഥാപിക്കുന്നതിനായി സന്തോഷിച്ച തമ്പുരാൻ എല്ലാ സാധനങ്ങളും മുൻഗണനാ ക്രമപ്രകാരം ഒത്തുകൂടിയ പരിചാരകർക്ക് കൈമാറി. അവരെ സ്വീകരിക്കാനെത്തിയവരുടെ തിരക്കും അധികമായിരുന്നു. അവിടെ വച്ചാണ് ബ്രഹ്മവും വിഷ്ണുവും ആദ്യം ശങ്കരനെ ആരാധിച്ചത്. അവർ അവിടെ വിനയാന്വിതനായി നിന്നപ്പോൾ സംതൃപ്തനായ ഭഗവാൻ അവരുടെ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ സംസാരിച്ചു. ഈശ്വരൻ പറഞ്ഞു. പ്രിയ മക്കളെ, ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ ആരാധനയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി മുതൽ ഈ ദിവസം ശിവരാത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പുണ്യദിനങ്ങളിൽ എനിക്ക് പ്രീതികരമാകും. ഈ ദിവസം എന്റെ ചിഹ്നത്തിന്റെയും മൂർത്തിഭാവമുള്ള പ്രതിമയുടെയും ആരാധന നടത്തുന്നവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെയും പരിപാലനത്തിന്റെയും ചുമതലകൾ നിർവഹിക്കാൻ കഴിവുള്ളവനായിരിക്കും. ഭക്തൻ പകലും രാത്രിയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കും. അവൻ തന്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കും. അവൻ തന്റെ ശക്തിയുടെ പരിധിവരെ പൂക്കളാൽ ആരാധിക്കും. അവൻ ആരെയും വഞ്ചിക്കുകയില്ല. ശിവരാത്രി നാളിലെ ആരാധനയിലൂടെ ഒരു വർഷം തുടർച്ചയായി എന്നെ ഭജിക്കുന്ന ഒരാൾക്ക് സാധാരണയായി ലഭിക്കുന്ന ആ ഫലം ഭക്തൻ പ്രാപിക്കുന്നു. ചന്ദ്രന്റെ ഉദയത്തിൽ സമുദ്രത്തിലെ വേലിയേറ്റം പോലെ എന്നോടുള്ള ഭക്തിയുടെ പുണ്യം വർദ്ധിക്കുന്ന സമയമാണിത്. അന്നേ ദിവസം എന്റെ വിഗ്രഹപ്രതിഷ്ഠ മുതലായ ആഘോഷങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ഹേ കുട്ടികളെ, മർഗശീർഷ മാസത്തിലെ നവംബർ ഡിസംബർ ആർദ്ര നക്ഷത്രമാണ് ഞാൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ പ്രകടമായ ദിവസം. മർഗശീർഷ മാസത്തിലെ ആന്ധ്ര നക്ഷത്രത്തിൽ ഉമയുടെ സാന്നിധ്യത്തിൽ എന്നെ കാണുകയും എന്റെ ചിഹ്നത്തെയോ മൂർത്തീകൃതമായ പ്രതിമയെയോ ആരാധിക്കുകയും ചെയ്യുന്നവൻ എനിക്ക് ഗുഹയേക്കാൾ കാർത്തികേയനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ആ ശുഭദിനത്തിൽ ദർശനം മാത്രം ധാരാളം ഫലങ്ങൾ നൽകുന്നു. യുദ്ധക്കളത്തിൽ ഞാൻ ലിംഗത്തിന്റെ രൂപത്തിൽ എന്നെത്തന്നെ അവതരിപ്പിച്ചതിനാൽ ഈ സ്ഥലം ലിംഗസ്ഥാനം എന്നറിയപ്പെടും. മക്കളെ, വേരോ അദ്രമോ ഇല്ലാത്ത ഈ സ്തംഭം ഇനി മുതൽ ലോകത്തിന്റെ ദർശനത്തിനും ആരാധനയ്ക്കും വേണ്ടി വലിപ്പം കുറഞ്ഞതായിരിക്കും. ലൗകിക സുഖത്തിനും മോക്ഷത്തിനുമുള്ള ഒരേയൊരു മാർഗമാണിത്. കാണുകയോ സ്പർശിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ അത് ജീവജാലങ്ങളുടെ എല്ലാ ഭാവി ജന്മങ്ങളെയും അകറ്റുന്നു. ശിവലിംഗം അഗ്നിപർവ്വതം പോലെ ഉയർന്നതിനാൽ അരുണ പർവ്വതം എന്ന് പ്രസിദ്ധമാകും. അനേകം വിശുദ്ധ കേന്ദ്രങ്ങൾ ഇവിടെ ഉദിക്കും. ഈ പുണ്യസ്ഥലത്തെ താമസമോ മരണമോ മുക്തി ഉറപ്പാക്കുന്നു. ഈ സ്ഥലത്ത് രഥോത്സവങ്ങൾ, ഭക്തജനങ്ങളുടെ കൂട്ടം, സാധാരണ ബലിദാനങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ദശലക്ഷക്കണക്കിന് ഫലദായകമാണ്. എന്റെ എല്ലാ മേഖലകളിലും ഈ മേഖല ഏറ്റവും വലുതായിരിക്കും. ഈ സ്ഥലത്ത് എന്നെ സ്മരിക്കുന്നത് എല്ലാ ആത്മാക്കൾക്കും മോക്ഷം നൽകും. അതിനാൽ ഈ മേഖല മറ്റെല്ലാ മേഖലകളെക്കാളും മഹത്തരവും വളരെ ശുഭകരവും എല്ലാത്തരം ക്ഷേമവും എല്ലാവർക്കും മോക്ഷവും നൽകുന്നതായിരിക്കും. ഈ സ്ഥലത്ത് എന്റെ പരമോന്നത രൂപത്തിൽ എന്നെ ആരാധിക്കുകയും മറ്റു പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ സാലോക്യം, സാമീപ്യ, സാരൂപ്യ, സാഷ്ടി, സായുജ്യ എന്നിങ്ങനെ 5 തരത്തിലുള്ള മോക്ഷം ലഭിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കട്ടെ. നന്ദികേശ്വരൻ പറഞ്ഞു. അങ്ങനെ വിനയാന്വിതരായ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അനുഗ്രഹിച്ച ഭഗവാൻ തന്റെ അമൃതസമാനമായ ശക്തിയാൽ മുമ്പ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 2 ദേവന്മാരുടെ പടയാളികളെ പുനരുജ്ജീവിപ്പിച്ചു. അവരുടെ വിഡ്ഢിത്തവും പരസ്പര ശത്രുതയും ഇല്ലാതാക്കാൻ അവരോട് സംസാരിച്ചു. എനിക്ക് 2 രൂപങ്ങളുണ്ട്, പ്രത്യക്ഷവും അവ്യക്തവും. ഈ 2 രൂപങ്ങളും മറ്റാർക്കുമില്ല. അതിനാൽ മറ്റെല്ലാവരും ഈശ്വരന്മാരല്ലാത്തവരാണ്. പ്രിയപുത്രന്മാരെ, ആദ്യം സ്തംഭരൂപത്തിലും പിന്നീട് ഈ മൂർത്തിഭാവത്തിലും ഞാൻ നിങ്ങൾക്ക് എന്റെ അരൂപമായ ബ്രഹ്മത്വവും ഈശാഭാവവും വിശദീകരിച്ചു തന്നു. ഇവ രണ്ടും എന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റാരിലുമില്ല. അതിനാൽ മറ്റാർക്കും നിങ്ങൾക്കും ഈസത്വ അവകാശപ്പെടാൻ കഴിയില്ല. ഈ വസ്തുതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ് നിങ്ങൾ ഈസ എന്ന വ്യാജേനയും അഹങ്കാരത്തിലും അകപ്പെട്ടത്. അതിനെ ശമിപ്പിക്കാൻ ഞാൻ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റു. നിങ്ങളുടെ വ്യാജ അഹങ്കാരം ഉപേക്ഷിക്കുക. നിന്റെ നാഥനെന്ന നിലയിൽ നിന്റെ ചിന്ത എന്നിൽ ഉറപ്പിക്കുക. ലോകത്തിലെ എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നത് എന്റെ പ്രീതിയുടെ പുറത്താണ്. ആചാര്യന്റെ പ്രസ്താവന എല്ലാ അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തലും അധികാരവുമാണ്. ബ്രാഹ്മണന്റെ ഈ രഹസ്യസത്യം ഞാൻ സ്നേഹത്താൽ നിനക്ക് വെളിപ്പെടുത്തുന്നു. ഞാൻ പരമമായ ബ്രഹ്മമാണ്. എന്റെ ബ്രഹ്മത്വത്തിന്റെയും ഈശ്വരത്വത്തിന്റെയും വീക്ഷണത്തിൽ എന്റെ രൂപം പ്രത്യക്ഷവും അവ്യക്തവുമാണ്. എന്റെ കടമ അനുഗ്രഹം മുതലായവയാണ്. ഓ ബ്രഹ്മാവും വിഷ്ണുവും, ബൃഹത്വവും വലുപ്പം ബൃഹണത്വവും വളരാൻ കാരണമായത് കാരണം ഞാൻ ബ്രഹ്മമാണ്. കുട്ടികളെ, അതുപോലെ തന്നെ ഞാൻ സമത്വവും വ്യാപകത്വവും കാരണം ആത്മനാണ്. മറ്റുള്ളവരെല്ലാം അനാഥന്മാരാണ്, നിസ്സംശയമായും വ്യക്തിഗത ആത്മാക്കൾ.
അനുഗ്രഹത്തിൽ മുക്തി ആരംഭിച്ച് സർഗത്തിൽ സൃഷ്ടി അവസാനിക്കുന്ന 5 പ്രവർത്തനങ്ങളാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉള്ളത്. അതിനാൽ ഈ പ്രവർത്തനങ്ങൾ എന്നിൽ വ്യാപൃതമാകുന്നു. കാരണം ഞാൻ ഈശയാണ്, മറ്റാരുടെയും മേലല്ല. എന്റെ ബ്രഹ്മത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശിവലിംഗം ചിഹ്നം ഉയർന്നത്. ഇതുവരെ അജ്ഞാതമായ എന്റെ ഈശത്വത്തെ വ്യക്തമാക്കാൻ ഈസായുടെ മൂർത്തമായ രൂപത്തിൽ ഞാൻ ഉടനടി പ്രത്യക്ഷനായി. എന്നിലെ ഈശത്വത്തെ മൂർത്തമായ രൂപമായി അറിയണം. ഈ പ്രതീകാത്മക കോളം എന്റെ ബ്രഹ്മത്വത്തെ സൂചിപ്പിക്കുന്നു. ശിവലിംഗം ചിഹ്നത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ളതിനാൽ അത് എന്റെ ചിഹ്നമായിരിക്കും. മക്കളെ, നിങ്ങൾ ദിവസവും അതിനെ ആരാധിക്കണം. ശിവലിംഗം ചിഹ്നവും പ്രതീകാത്മക ശിവനും വ്യത്യസ്തമല്ല. അതിനാൽ ഈ ശിവലിംഗം എനിക്ക് സമാനമാണ്. അത് ഭക്തരെ എന്നിലേക്ക് അടുപ്പിക്കുന്നു. അതുകൊണ്ട് ആരാധന അർഹിക്കുന്നു. പ്രിയ മക്കളെ, ഇത്തരത്തിലുള്ള ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ടില്ലെങ്കിലും എന്നെ ഇൻസ്റ്റാൾ ചെയ്തതായി കണക്കാക്കാം. ഫലം ഞാനുമായുള്ള സാമ്യം കൈവരിക്കുന്നതാണ്. രണ്ടാമത്തെ ശിവലിംഗം ഇൻസ്റ്റാൾ ചെയ്താൽ ഫലം ഞാനുമായുള്ള ഐക്യമാണ്. ശിവലിംഗം സ്ഥാപിക്കുന്നത് പ്രാഥമികവും മൂർത്തമായ വിഗ്രഹം ദ്വിതീയവുമാണ്. ശിവന്റെ വിഗ്രഹമുള്ള ഒരു ക്ഷേത്രത്തിന് ശിവലിംഗം ഇല്ലെങ്കിൽ അത് ഫലശൂന്യമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.